എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ്. സ്വാഞ്ചറി ഹൗസ് റിസോർട്ട്. ഇത് ആരെയാണെന്നറിയോ? നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു മലയാളികളുടെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാം അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞേ? ബോബിയുടെയാണ് ഈ പ്രോപ്പർട്ടി അല്ലേ? അതെ. ഇതന്നെ എത്ര ഏക്കറാ ബോബി പ്രോപ്പർട്ടി? 10 ഏക്കർ. 10 ഏക്കറല്ലേ? ഇത് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? ഇത് നമ്മുടെ ഹീൽസ്വിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓൾമോസ്റ്റ് നമ്മുടെ സിറ്റിയിൽ നിന്നും ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ ഒരു 1 hour 15 അല്ലെങ്കിൽ ഒരു 1 hour 30 മിനിറ്റ്സും കൊണ്ട് എല്ലാവർക്കും റീച്ച് ചെയ്യാമെന്ന്. ഹീൽസ്വെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സാങ്ച്വറി, ബേർഡ് സാങ്ച്വറി അടുത്തുണ്ട്. ഉണ്ട്. അത് നമ്മുടെ 3 സൂവില് ഒരെണ്ണം വരുന്ന ലോക്കൽ ആനിമൽസും ബേർഡ്സും ആയിട്ടുള്ള. പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കാമൻക് ഒരു സ്ഥലം അല്ലെ? ഭയങ്കര ഒരു അഗാധതയുടെ ഉൾക്കടലിലേക്ക് നമ്മൾ നീന്തി തുടിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. അതായത് ഭയങ്കര ക്വയറ്റാണ്. നമ്മളൊരു ദിവസം ഒരു മിനിറ്റ് മിണ്ടായെന്ന് വെച്ചാൽ ചീവീടുകളുടെ ഒരു കരച്ചിൽ നമ്മുടെ നാട്ടിൽ ചെന്ന ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ പുറകെ ഇത് റിസോർട്ടിന്റെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്ലേ? ഇത് ബോബിയുടെ സ്വദേശം എവിടെയാണ്? ഞാൻ നാട്ടിൽ കോഴിക്കോട് അല്ലേ? നമ്മുടെ തിരുവമ്പാടി. വൈഫും തിരുവമ്പാടി, കോഴിക്കോട് തന്നെ ആണല്ലേ? ഇത് നിങ്ങൾ ഒരാൾ ബോബി മാത്രമാണോ? അല്ലല്ല, നമുക്കൊരു പാർട്ണറും കൂടി ഉണ്ട്, ജോയൽ എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരെയാണ് ഇത് എങ്ങനെ Airbnb വഴി എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? Airbnb വഴി booking.com, അതുപോലെ തന്നെ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം. പിന്നെ ആൾക്കാർ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താമസിക്കുന്ന അവിടെ അല്ല, നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ട് കുറച്ച് പേരൊക്കെ വന്നാൽ ഒരുമിച്ച് ഫാമിലി നമുക്കൊരു 70 to 75 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാം അവിടെ. അപ്പം പൊതുവെ നമുക്ക് ഗ്രൂപ്പ് ബുക്കിംഗ് ആണ്. നമ്മളെടുത്തതിന് ശേഷം നമുക്കൊരു 18 ഗ്രൂപ്പ് ബുക്കിംഗ് വന്നു. അതിനകത്ത് മജോറിറ്റി മലയാളീസിന്റെ ആണല്ലേ? ബിഗ്ഗസ്റ്റ് നമ്പർ എനിക്ക് തോന്നുന്ന ഒരു 80-85 ആൾക്കാർ. നമുക്ക് അത്രയും പേര് വന്ന് നമുക്ക് ബുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഫുഡ് നമുക്കൊരു കൊമേഴ്ഷ്യൽ കിച്ചൺ ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മളെ കാണിക്കല്ലേ? നമുക്ക് കാണിക്കാം. പിന്നെ ഓക്കെ, നമുക്ക് നടന്ന് കണ്ടാലോ? നല്ലത് അല്ലേ? ഓക്കെ, അപ്പൊ നടന്ന് കാണാം. ഓക്കെ, അപ്പൊ ഈ കാണുന്നതാണ് നല്ല മനോഹരമായ ഒരു പൂളുണ്ട് ഇവിടെ തന്നെ അല്ലേ? പൂള്, ബാർബിക്യൂ ഏരിയ. ഓക്കെ, ഇത് നല്ല പൂളാണല്ലോ. അത്യാവശ്യം നല്ലൊരു പൂളാണ്. നല്ല പത അറിയാവല്ലേ? പത അറിയാവുന്ന കിടക്കാൻ ഒരു പൂളുണ്ട്. കാരണം ഞങ്ങൾ ഈ ഓസ്ട്രേലിയ നേരത്തെ കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള Airbnb വരും. നമ്മളൊരു 5 മണിയാകുമ്പോൾ നമ്മളോട് ചെല്ലും അല്ലേ? എന്നിട്ട് ഞങ്ങൾ പൂളിച്ചാട്ടം വരുന്ന പരിപാടി. ഞങ്ങൾ പൂളിച്ചാട്ടം ഭയങ്കര രസമാണ്. അതായത് 8 മണി വരെ 9 മണി വരെ അല്ലേ? ഈ യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു രസമാണ്. പിന്നെ എന്നാ നമുക്ക് അങ്ങോട്ട് കാണാനുള്ള സംഭവം? അപ്പം നമ്മൾ പൂള് കണ്ടു. എത്ര റൂമുണ്ട്? നമുക്ക് മൊത്തം 25 റൂംസ് ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ വിശാലമായ പാർക്കിംഗ് ആണല്ലേ? നല്ലൊരു ബാർ ആൻഡ് റെസ്റ്റോറന്റ് ഉണ്ടല്ലോ സാറേ? റെസ്റ്റോറന്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ കിച്ചൺ ഉണ്ട്. നമ്മള് ആവശ്യത്തിന് നമുക്ക് വിളിക്കാൻ പറ്റും. അതല്ല നമ്മളുടെ കൂട്ടത്തില് അത്യാവശ്യം ക്വാളിഫൈഡ് ഷെഫ് ഉണ്ടെങ്കിൽ നമ്മളെ കിച്ചൺ നമ്പർ സൂക്ഷിച്ചു പെട്ടെന്ന് വന്ന് തള്ളിക്കൂട്ടി തരും. ഇതൊക്കെയാണ് ഈ കാണുന്ന റൂംസ് അല്ലേ? അതെ, ചെറിയ റൂംസ് ആണ്. നമുക്ക് 2 ബ്ലോക്കാണ്. ഒന്ന് ഒരു 12 റൂമിന്റെ ഈ ബ്ലോക്ക് 3.5 സ്റ്റാർ ആണ്. 3.5. ഇത് 4 സ്റ്റാർ റൂംസ് ആണ്. ഇനി അപ്പുറത്തെ അതിന്റെ റൂം വല്ല വേക്കന്റ് ഉണ്ടോ? റൂം ഞാൻ തുറന്ന് കാണിച്ചു. പിന്നെ നമുക്ക് 2 സ്പാ റൂമാണ്. സ്പാ റൂം ഉണ്ടല്ലേ? പിന്നെ ഒരു 2 ബെഡ്റൂമിന്റെ ഒരു കോട്ടേജ് ഉണ്ട് അപ്പുറത്തുണ്ടല്ലേ? പിന്നെ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാവരും നാട്ടിൽ ചെന്നൊരു പ്രതീതി അല്ലേ? കുറെ മരങ്ങളും അല്ലേ? ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. മൊത്തം ബുഷ് ലാൻഡ് ആണ് എല്ലാ സൈഡും. അതെ, ചുരുക്കം പറഞ്ഞാൽ ഒച്ചയൊന്നും വെച്ചാൽ പ്രശ്നമില്ല. പിള്ളേർ വന്ന് പൂളിച്ചാടുകയും ബാർബിക്യൂ ഏരിയ. ആ കാണുന്നതാണ് ബാർബിക്യൂ ഏരിയ. ബാർ ആൻഡ് റെസ്റ്റോറന്റ്. നമ്മൾ ബാറിലോട്ട് കയറുകയാണ്. സനലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബാറല്ല, റെസ്റ്റോറന്റ് ബാർ. അടിപൊളി. ഇത് പൊളിയല്ലേ സാറേ? അടിപൊളി.
എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ ഇവിടെ. കോഫി, കോഫി, ടാപ്പ് ബിയർ, അത്യാവശ്യം ഡ്രിങ്ക്സ്, പ്രൊജക്ടർ, എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. അത്യാവശ്യം ഇടയ്ക്ക് ചെറിയ കോൺഫറൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്, ഇവിടെ കിട്ടാറുണ്ടല്ലേ. അങ്ങനെ വേണം നമുക്ക് ബുക്ക് ചെയ്യാം അല്ലേ. അതെ അതെ. ഇങ്ങനെ ഒരു ദിവസത്തെ പ്രോഗ്രാം, ഒരു ദിവസത്തെ 2 ദിവസത്തെ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ കോൺഫറൻസും കാര്യങ്ങളൊക്കെ വെച്ച് നടത്താം. ഓക്കെ. അപ്പൊ ഇവിടെ ആള് നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യും അല്ലേ. നമുക്ക് അന്നേരം ആളുണ്ട്, ഷെഫ് വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഇതിനകത്ത് എത്ര പേർക്ക് ഇരിക്കാം ഈ ഹോളിനകത്ത്? ഇതിനകത്ത് നമുക്ക് ഒരു ഫൈൻ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 80 to 100 ആൾക്കാരെ ഇരിക്കാം. 85. പക്ഷെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനാണെങ്കിൽ ഇച്ചിരി അടുപ്പിച്ചൊക്കെ ഇട്ടിട്ട് ഒരു 125, 50, 150 വരെയൊക്കെ നമുക്ക് ഫർണിച്ചർ ഉണ്ട്, അങ്ങനത്തെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുക്കാം അല്ലേ. വെഡിങ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു ലോൺ ഏരിയ ഉണ്ട്. അപ്പം അതിനെ അടുത്തത് ഒരു നല്ല ലോൺ ആക്കിയിട്ട് ഒരു 100 പേരുടെ, അതായത് സ്മോൾ ആൻഡ് മീഡിയം വെഡിങ്. അപ്പം അത് ഓസികളെ ഫോക്കസ് ചെയ്തോണ്ടേ. അപ്പോൾ അവർക്ക് വെതറങ്ങാനും മോശമായാൽ ഇൻഡോറിലേക്ക് കയറാം, മാറ്റാം, അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ തന്നെ അവർക്ക് ഫംഗ്ഷൻ ചെയ്യാം. ഗ്യാരണ്ടി ആയിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് മാറാം. കാരണം ഇവിടുത്തെ വെഡിങ്ങുകളൊക്കെ മിക്കതും വെളിയിലാണല്ലോ, ഔട്ട്ഡോർ ആണല്ലോ. നമ്മുടെ ആ ബാറിന്റെ തൊട്ട് പുറകെ ഒരു ചെറിയ ഗെയിം റൂം ഉണ്ട് അല്ലേ. ഗെയിം റൂം, അതെ. ഒരു പൂൾ ടേബിള്, എയർ ഹോക്കി, ടേബിൾ ടെന്നീസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം, ഡാർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ചെറിയൊരു ബാർ എന്തോ സംഭവം സെറ്റ്. ഇതിനു മുമ്പത്തെ ഇത് ശരിക്കും ബിയർ ഗാർഡൻ ആയിരുന്നു നേരത്തെ. ഇത് ബിയർ ഗാർഡൻ ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ തിരക്കായാൽ ബിയർ ഗാർഡൻ ആക്കാം. ഇതാണ് ഇതിന്റെ ഔട്ട്ഡോറിന്റെ അല്ലേ. ഇവിടെ ഒരു ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ് ഉണ്ട്. ഔട്ട്ഡോർ ക്യാമ്പ് ഫയർ ഉണ്ട്. ഒരു ചെറിയ വോളിബോൾ കോർട്ട് ഉണ്ട്. പിള്ളേർക്ക് അത്യാവശ്യം വെള്ള ഫുട്ബോൾ പോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കളിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ്. പറഞ്ഞാൽ അതെ അതെ, എല്ലാത്തിനുള്ള സെറ്റപ്പ് ഉണ്ട്. ബാക്കറ്റ് ക്രിക്കറ്റോ അല്ലേ. അതെ. ഇത് നല്ല ഇനിയിപ്പം നല്ല വിന്റർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടിയ സ്ഥലമാണല്ലോ ഹിൽസ് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ബുക്കിംഗിൽ എപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫേവറേറ്റ് പ്ലേസ് ആയത്. ഇതല്ലേ. റൂംസ് കാണാം നമുക്ക്. ഇത് സാധാരണ അല്ലേ. ഇത് ഡീലക്സ് ഡബിൾ റൂം ആണ്. ഡീലക്സ് ഡബിൾ റൂം 1920. ഈ റൂം ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ സാധാരണ ഡീലക്സ് ഡബിൾ റൂം അല്ലേ. അത് അടിപൊളി റൂമാണല്ലോ. അതെ. AC ഉണ്ട്, ടോയ്ലറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. ഇത് ഡബിൾ ഇതാണോ, ക്യൂൻ ആണോ അല്ലേ. ക്യൂൻ ബെഡ്. അതെ, ക്യൂൻ ബെഡാണ്. TV ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ ഐറ്റം. സ്റ്റോറേജ് ഏരിയ ഉണ്ട്. പിന്നെ ബാത്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ്. ഇതാണ് ഇവിടെ സ്പാ റൂം അല്ലേ. അതെ. ഇത് നമ്മുടെ രാജാക്കന്മാർ കിടക്കുന്ന കട്ടില സാറേ. ഈ കൊതുകുപോലെയൊക്കെ പോണ 2 സൈഡ് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടേ ഒരു ഹണിമൂണിന് പറ്റിയ സംഭവമാണ്. ഹണിമൂൺ കോട്ടയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ നടുക്കൊരു ഹാർട്ടിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റും, അടിപൊളിയാണ്. ഈ റൂമിന് പുറത്തൊരു കോർട്ട്യാർഡും ഉണ്ട്. കോർട്ട്യാർഡ് ഉണ്ടല്ലേ. പ്രൈവറ്റ് കോർട്ട്യാർഡ് പോലെ. ഓക്കെ. ആ കോർട്ട്യാർഡ് എന്ന് കാണാം. പ്രൈവറ്റ് കോർട്ട്യാർഡ് അല്ലേ. അത് പ്രൈവസി ഉണ്ട്. അതായത് ഇവിടെ ഇരുന്ന് ഒന്ന് സൊറ പറയുകയോ ഒക്കെ ചെയ്യാം. ആരും കാണുകയല്ല കേട്ടോ. നല്ലൊരു രസമുണ്ട്. അവിടെ ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ ഈ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരുന്ന് സ്മോക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അടിപൊളിയല്ലേ. നിങ്ങളിവിടെ താമസിക്കണോ? അല്ല തൊട്ടടുത്തല്ലേ. നിങ്ങൾക്ക് എപ്പോൾ എവിടെയും വരാമല്ലോ ഇവർക്ക്. നീ താമസിക്കുന്നുണ്ട് ഇവിടെ? നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലേ. ഈ തമാശ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുകയാണ് ഇവിടെ. ഞങ്ങൾ ആണോ? ഞങ്ങൾ അതൊക്കെ വിടുക. ഞങ്ങൾക്ക് അങ്ങ് പൊന്താക്കിക്ക് പോകേണ്ടതാ. ഇതൊരു ഫാമിലി റൂം അല്ലേ. ഇവിടെ ഒരു ഡബിൾ ഉണ്ട്, അവിടെ 2 സിംഗിൾ ഉണ്ട്. അല്ല, ഇത് ഫാമിലിക്ക് പറ്റുക. നിങ്ങൾ 2 പിള്ളേർ അവിടെ അങ്ങനെയാണോ? ഇവിടെ ചെറിയൊരു ഇവിടെ ഇരിക്കാനുള്ള ചെറിയ ഫുഡ് കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ഉണ്ട്. മൈക്രോവേവ് ഉണ്ട്, TV ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട് അല്ലേ. കെറ്റില്, ടോസ്റ്റർ, എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അത് കൊള്ളാം. ഇതും നല്ലൊരു റൂമാണ് കേട്ടോ അല്ലേ. ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ അല്ലേ. അതെ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. തൊട്ട് പുറകിലൊരു
കിച്ചൺ മനോഹരമായ കിച്ചൺ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇല്ല അല്ലേ? അതെ അതെ. രാവിലെ ആയിരിക്കും നിങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? രാവിലെ സെറ്റ് ചെയ്യും, സാധാരണ സെറ്റ് ചെയ്ത് വെക്കുന്ന, കഴിഞ്ഞ ദിവസം സമയം ഓക്കെ കിട്ടാത്തതുകൊണ്ട് ഓക്കെ. അവിടെ ടീ കോഫി അല്ലേ? ടീ കോഫി. അതെ അതെ. എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും നിങ്ങൾ? നമ്മൾ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പോൾ സാധാരണ ഇംഗ്ലീഷ് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതല്ലാതെ പിന്നെ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ്, സീരിയൽസും ഫ്രൂട്ട്സും യോഗട്ടും ഒക്കെ പറയാം കൊടുക്കും. അടിപൊളിയല്ലേ സാറേ? നമ്മുടെ ഈ നല്ല ആംബിയൻസ് എനിക്കതാണ് ഇഷ്ടപ്പെട്ടു അല്ലേ ഈശേ? നല്ലൊരു ഇതുണ്ട്, റെസ്റ്റോറൻറ്റ്, എല്ലാ സംഭവങ്ങളും നമുക്ക് മെൻസ് പാർട്ടിക്കും ലേഡീസ് പാർട്ടിക്കും എല്ലാം വേണമെങ്കിൽ പറ്റും. അങ്ങനെ നമ്മുടെ അടുത്ത മെൻസ് പാർട്ടി ഡെഫിനറ്റ് ഇവിടെ വെക്കാം കേട്ടോ പോയി. അടുത്ത മെൻസ് പാർട്ടി ഞങ്ങളുടെ ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, ഞാൻ നേരത്തെ വിളിച്ച് പറയാം. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ് ഈ കാണുന്നത് അല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട്, നല്ല കിടു സംഭവമാണ് അതായത്. ഓ ആ സാധനം അതല്ലേ? ഇതല്ല ഈ സാധനം അല്ലേ? ഈ ബൊക്ക ടൂറൊക്കെ നടത്തിയിട്ട് അടിപൊളിയായിരുന്നു അല്ലേ? വന്ന് താമസിക്കാൻ തോന്നുന്നുണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ വന്നൊരു അല്ലേ മമ്മി? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി. അപ്പൊ നമ്മൾ നാട്ടിൽ കാണുന്ന കുറെ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. എവർഗ്രീൻ. ആൾ ഗസ്റ്റ് ഒക്കെ പതുക്കെ വന്നോണ്ടിരിക്കുന്നു. ചെക്കിൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. പൂളൊക്കെ 2 മണിയല്ലേ ചെക്കിൻ ടൈം? 2 മണി തൊട്ട് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇത് സൂപ്പർ അല്ലേ? ഇത് അതിന്റെ പേരെന്നാ സാറേ? സാങ്ച്വറി ഹൗസ് റിസോർട്ട്. സാങ്ച്വറി ഹൗസ് റിസോർട്ട്. അടിപൊളി. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് കൂടാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഏതായാലും സംഭവം അടിപൊളിയാണ്. അപ്പം ഇത് വേണ്ടപ്പെട്ട മലയാളികളെല്ലാം ഇത് ബുക്ക് ചെയ്യുക അല്ലേ? ഓൺലൈൻ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം കൊടുത്തേക്കാം. അടിപൊളി ആംബിയൻസ്, ഒരിക്കലും നിരാശപ്പെടുകയില്ല കാരണം അല്ലേ? നല്ലൊരു ഗ്രൂപ്പ് പാർട്ടിക്കൊക്കെ പറ്റിയൊരു ആംബിയൻസ് ഉണ്ട്. പൂളുണ്ട്, ബാറുണ്ട്, കിച്ചൺ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം. എല്ലാ ഐറ്റംസും അല്ല, മെൻസ് ഗാദറിംഗ്, വിമൻസ് ഗാദറിംഗ് പറ്റും, ഫാമിലി ഗാദറിംഗ് എല്ലാത്തിനും പറ്റും. അതുപോലെ വെഡിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം പറ്റിയൊരു അല്ലേ നല്ലൊരു ഇതാണ്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. അപ്പം താമസിക്കാൻ ഞങ്ങളിവിടെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ബോബിക്ക് എല്ലാവരും നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ണർ ഉണ്ട്, അത് നന്ദി പറയുന്നു അല്ലേ? അപ്പം അടുത്ത എൻ്റെ കൂടെ വന്ന നമ്മുടെ നമിത, നിമ്മി, നമ്മുടെ സൺലൈറ്റൻ, കൊച്ച്, ഇവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോഴത്തെ ക്യാമറ വുമൺ നിമ്മിയാണ്. അപ്പം നിമ്മിക്ക് എല്ലാവരും നന്ദി.